പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 10 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയും പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്, കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്,
മൂക്കിൽ ദശ വളരുന്നവരുണ്ട്. PCOD രോഗികളും ഫിസ്റ്റുല രോഗികളും RSS രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞാലേ ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവർ വളരെ പേഴ്സണലായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെയാണ് ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈയിലെ പരീക്ഷ നേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്യും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തത് വെച്ചാൽ ഈ വിശ്വാസ പ്രയോഗം എന്നും സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ സ്ഥൈര്യമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചൊല്ലി പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറവ് വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ. പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ ഹോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിൽ ഇട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവരുടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. കൊട്ടിച്ചും പറയും, ഇതാണ് സമയം, നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ. അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥമുണ്ട് തന്നെ. ഈശോന്ന് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എൻ്റെ അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്.
അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ, അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ. എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ല, അതാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവൾ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകൂടിയില്ല അവൾക്ക്, കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും, ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. ഇത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പോൾ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് ലിസ്റ്റ് കൈ കിട്ടിയപ്പോൾ എന്താണ് 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്നറിയാം. അപ്പോൾ 500 മാർക്ക് ആരാ തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിട്ടെന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോകുന്നത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.